അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തെ ചൊല്ലി രാഷ്ട്രീയ പോര് കനക്കുകയാണ്. പ്രഖ്യാപനത്തിന്റെ മാനദണ്ഡം എന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. വസ്തുതകൾ മനസ്സിലാക്കി വിലയിരുത്തണമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ മറുപടി. പ്രഖ്യാപനത്തിനായി നാളെ ചേരാനിരുന്ന നിയമസഭാ സമ്മേളനം മാറ്റണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. 64,006 പേരെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയത്. ഇതോടെ രാജ്യത്തെ ആദ്യ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ UDFന്റെ ഭരണസമിതി, പഞ്ചായത്ത് ഭരണസമിതികളും മുനിസിപ്പൽ ഭരണസമിതികളും കൂടി നടത്തിയ പ്രവർത്തനത്തെയാണ് ഇപ്പോൾ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി തള്ളിപ്പറയുന്നതും ഒറ്റയടിക്ക് റദ്ദാക്കുന്നതും. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വിഷയം ചർച്ച ചെയ്തതോടെയാണ് വിമർശനങ്ങളുമായി ചിലർ വന്നതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. അതിദരിദ്രരെ കണ്ടെത്തിയ മാനദണ്ഡം എന്താണെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല. കേരളത്തിന് നല്ലത് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ടെന്ന് മന്ത്രി പി രാജീവ് പ്രതിപക്ഷത്തിന് മറുപടി നൽകി. കേരളത്തിൽ ഒന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. നാളെ വൈകിട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് അതിദരിദ്രമുക്ത പ്രഖ്യാപനം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ തുടങ്ങിയവരും പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാനെത്തും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.